അല്ല നമ്മള് കാര്യം ചോദിക്കണം. എന്താണെന്നുള്ള അറിയണം. അത്രേ ഉള്ളൂ നമുക്ക്. പിണക്കണ്ട ആളുണ്ടോ? കാണാനില്ല. ആളുണ്ടാ? മണ്ടോദരി മേഡം. ചേച്ചി ചേച്ചി ഞങ്ങളാ ഇസ്രായേലിൽ പോകുന്ന ആൾക്കാരാണ്. നിങ്ങളാണ്? അല്ല ഞങ്ങളൊരു കാര്യം അറിഞ്ഞേ, ഈ ഇസ്രായേലിക്ക് പോണ ഫസ്റ്റ് ബാച്ച് പോയി എന്ന് പറഞ്ഞു. അവര് പോയി. ചന്ദ്ര ഏർപ്പാട് ചേച്ചി, ഞങ്ങളെല്ലാം ഫസ്റ്റ് ബാച്ച് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്. അത് ലിസ്റ്റ് വന്നപ്പോ നിങ്ങളുടെ പേരുണ്ടായിരുന്നില്ലേ? എന്ത് ഞങ്ങൾ പൈസ അതന്നെ, ഞങ്ങള് പറഞ്ഞ പൈസ തന്നിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞല്ലേ. അല്ല പൈസ കൂടുതലെന്നുണ്ടെങ്കിൽ ഞങ്ങളും തരാം. അതുപോലെ അത് പറഞ്ഞെങ്കിൽ ഞങ്ങൾ തരാം ചേച്ചി. പക്ഷെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിക്കണം. അതെ മാഡം, നമ്മളില്ലാത്ത പൈസ എന്റെ അച്ഛനും അമ്മയും അനിയനും കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയാണ് തന്നത്. എപ്പാ തീരുമാനം പറ, ഒരു ഡേറ്റ് പറ. ഞാനാണെങ്കിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ചോണ്ടിരുന്ന ഒരു ആട്ടോറിക്ഷയാണ്, അതിനെ വിറ്റിട്ടുള്ള പൈസയാണ് കൊണ്ട് തന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല നാട്ടുകാരോട് തീർത്ത് കടം വാങ്ങിയിട്ടുള്ളൂ, എല്ലാം വിളിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിൽ പോകുന്ന പറഞ്ഞുകൊണ്ട് എന്റെ കൈക്കോട്ടും പറഞ്ഞാലും ഞാൻ ബുക്ക് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ഇവിടെ വന്ന് ഈ ബേളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പൈസ ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നാ പോരെ? അയ്യോ, ഞങ്ങള് പൈസ തിരിച്ചു മേടിക്കാൻ വന്നല്ല. അല്ല വേണ്ട, അത് ഞാൻ തിരിച്ചു തന്നേക്കാം. അപ്പൊ പ്രശ്നം ചേച്ചി വഴക്കിടല്ലേ ചേച്ചി, ഞങ്ങൾ അതിന് വന്നല്ല. അല്ല ഇത് വഴക്കല്ല, ഇത് വഴക്കല്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് പറഞ്ഞു നിങ്ങളെന്തോ ഞാൻ പറ്റിച്ച് കൊണ്ടുപോകാൻ പോണോലെയാണോ പറയണേ? നമുക്ക് വിശ്വാസമാണ് ചേച്ചിയാ. പക്ഷെ ഞങ്ങള് പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്കൊന്നും നാട്ടിൽ നിക്കാക്കൂല. അത് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തണം. എല്ലാവരും അറിഞ്ഞേ ഞങ്ങള് ഇസ്രായേലിൽ പോകുന്നുണ്ട്. അതിപ്പോ എന്ത് ചെയ്യാ, ആദ്യത്തെ ബാച്ചിന്റെ ലിസ്റ്റ് വന്നപ്പോ നിങ്ങളില്ല. എന്താ കാര്യം? അത് ഞാൻ ഇസ്രായേൽ ശീതളേട്ടനെ ഞാൻ വിളിച്ചു ചോദിച്ചു. സംഭവം എന്തറിയോ, ഈ തഴമ്പിന്റെ കട്ടി അനുസരിച്ചിട്ടാണ് അവർ ആൾക്കാരെ തെരഞ്ഞെടുക്കുക. അതായത് ഈ പണിയെടുത്തിട്ട് വരുന്നതാണല്ലോ ഈ തഴമ്പ്. അപ്പൊ ഈ തഴമ്പിന്റെ കട്ടി കൂടണ അനുസരിച്ച് എക്സ്പീരിയൻസും കൂടുതലായിരിക്കും എന്നാണ് അവര് പറയണത്. അല്ല എന്റെ കയ്യിലും ഞങ്ങളുടെ കയ്യിലും നാളെ ഇവിടെ പണിയെടുത്ത് പൊട്ടിയിട്ട് ചോര വന്നതാണ്. അതിപ്പോ പൊട്ടി ചോര വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി അത് ഇങ്ങനെ ഉരുണ്ടൊരു കറുത്ത രൂപാകും. വീണ്ടും പണിയെടുക്കുമ്പോ അതിങ്ങനെ പൊട്ടും. പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഉണ്ടയാവും. അങ്ങനെ ഉണ്ടയായി വലിയ തഴമ്പാവണം. അങ്ങനെ വലിയ തഴമ്പാവുമ്പോഴാണ് നിങ്ങൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ്. ഇതെന്തറിയോ, പണ്ട് തൊട്ട് ഇങ്ങനെ വെറുതെ മടി പിടിച്ചിരുന്നിട്ടല്ലേ. പണ്ടേ ജോലിക്ക് പോയിരുന്നെങ്കിൽ വലിയ തഴമ്പുണ്ടായനെ ആദ്യം ഇസ്രായേലിൽ പോവായിരുന്നു. ചോറുണ്ണാൻ പോലും പറ്റത്തില്ല. അല്ല ചോറുണ്ണാൻ പറ്റും, നല്ല ചോറുണ്ണാലോ ഇസ്രായേലിൽ പോയിട്ടേ. അപ്പൊ നല്ലോണം പണിയെടുക്കണം. എത്ര പണിയെടുത്താലും തഴമ്പ് വരുന്നില്ല. തഴമ്പ് വന്നാലേ പോകാൻ പറ്റുള്ളൂ. അത് തഴമ്പ് വരാത്തത് നിനക്ക് ആത്മാർത്ഥതല്ല പണിയിൽ. എനിക്ക് വന്നു തുടങ്ങി. ഇസ്രായേലിൽ പോണ്ടേ? അതെ, നമ്മുടെ മനസ്സിൽ ഇസ്രായേൽ 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 എന്ന് മാത്രമേ പാടുള്ളൂ. അപ്പൊ ഏത് വീട്ടിൽ നിന്ന് പണിക്ക് വിളിച്ചാലും പോവാ, പണിയെടുക്കാം. ഇനി എങ്ങും പണി ഇല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാരിന്റെ കുറെ പുറമ്പോക്ക് സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ടാവും. അതൊക്കെ അങ്ങോട്ട് വെട്ടി തെളിക്കുക. അങ്ങനെ പണിയെടുത്ത് തഴമ്പ് ഇങ്ങനെ കൂട്ടണം. ഇനി എവിടെയും പണിയില്ലെങ്കിൽ ഇവിടെ വന്നു നമ്മള് മുഴുവൻ കളച്ചു കഴിഞ്ഞല്ലോ. കിളച്ച് കഴിഞ്ഞു എന്നാലും നമുക്ക് പണിയെടുക്കണമല്ലോ. ഇവിടെ എത്ര തെങ്ങുണ്ട്, തടെടുക്കാലോ. വെറുതെ ആ മാവിനൊക്കെ ഓരോ തടെടുത്തോ. മാഡം കണ്ണ് ചിമ്മും അപ്പ ഇസ്രായേലാ, സ്വപ്നത്തിൽ മൊത്തം ഇസ്രായേലാ. പച്ച വിരിച്ച നെൽവയലിലൂടെ പിച്ച വെച്ച് കിടക്കുന്ന ഉണ്ണി ഇസ്രായേലിൽ മുഴുവൻ ഞാനാ. ഇസ്രായേലിൽ നെൽവയലിലൂടെ വേണം അങ്ങനെ സ്വപ്നം കാണാം. ഇതുപോലത്തെ സ്വപ്നം എന്താ നിങ്ങൾ കാണാത്തെ? ഇപ്പൊ തൊട്ട് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ പണിയെടുക്കുക, തഴമ്പ് വരിക, പോവുക. ശരി, അങ്ങനെ അടുത്ത ബാച്ചില് നമ്മളായിരിക്കും പോവാ. എന്റെ സംശയം പിന്നെ സംശയം പറയണേ. അടുത്ത ബാച്ചിൽ ഞാൻ ഉണ്ടാവും ചേച്ചി. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ തഴമ്പായിട്ട് വന്നോ? ശരി ശരി. നമ്മളെ പറ്റിക്കോ? പറ്റിക്കണ അവര് നമുക്ക് പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലേ. പറ്റിക്കണുള്ളവർ പൈസ തിരിച്ചു തരാന്ന് പറയോ? എന്തൊരു സുഖം നീ പറയണത്. ഒരു കാര്യം, ഞാൻ എന്തായാലും ഞാൻ ഇനിയിപ്പോ സർക്കാർ ഇവിടെ പറമ്പൊക്കെ എല്ലാം കളയ്ക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോ ആരും മുമ്പ് പോയിന്ന് പണിയുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. രാഘവേട്ടനെ വിളിച്ചിട്ട് 5 ദിവസം കൊണ്ട് മൂപ്പരുടെ പറമ്പ് നമുക്ക് കളയ്ക്കാൻ വേണ്ട. നീ വേറെ ഏതെങ്കിലും പറമ്പല്ലേ, ഞങ്ങൾ രണ്ടാൾ കളിച്ചാൽ തന്നെ കയ്യിലെ താഴെ. ഞാൻ പോട്ടെ.